കോന്നി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിന് പെരുന്നാൾ വിരുന്നൊരുക്കിയ ലീഗ് മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടി. കോന്നി മണ്ഡലം പ്രസിഡന്റ് കുമ്മണ്ണൂർ സാദിഖിനെയാണ് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിൻ്റെതാണ് നടപടി. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നു. സുജു, ഏതായാലും ഈ പെരുന്നാൾ ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലാവരും സാഹോദര്യത്തോടും സമഭാവനയോടും കൂടി ആഘോഷിക്കുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെയായിരിക്കണം ജനീഷ് കുമാറിന് മണ്ഡലം പ്രസിഡന്റ് വിരുന്നൊരുക്കുകയും ചെയ്തത്. ഇവിടെ ആരോപണം ഉയരുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് ലീഗിന്റെ തലച്ചോറെന്ന് പറയുന്നത് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? കുമ്മണ്ണൂരിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കുമ്മണ്ണൂരിനെതിരെ നടപടി എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിൽ ഈ പെരുന്നാൾ സമയത്ത് വിരുന്നൊരുക്കുന്നത് പതിവാണ്. അതിൽ എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്ക് പോലും വിരുന്ന് കൊടുക്കുന്നതിനെ പൊതുവിൽ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഞെട്ടിപ്പിക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നത്. കോന്നി മണ്ഡലം പ്രസിഡന്റ് കുമ്മണ്ണൂർ സാദിഖിനെയാണ് ചുമതലയിൽ നിന്ന് നീക്കിയത്. ജനീഷ് കുമാറിന് പെരുന്നാൾ വിരുന്ന് നൽകി അല്ലെങ്കിൽ ഒരുക്കി എന്നതിനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അത്ര നടപടിക്കിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്. പെരുന്നാൾ ദിവസം കോന്നി LDF സ്ഥാനാർത്ഥി KU ജനീഷ് കുമാറിന് സിദ്ദിഖ് വീട്ടിൽ പെരുന്നാൾ വിരുന്ന് ഒരുക്കിയിരുന്നു. മുസ്ലിം ലീഗിന്റെ കോന്നി മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് കുമ്മണ്ണൂർ സാദിഖ്. അത്തരം നടപടി പൊതുവിൽ രാഷ്ട്രീയമായ അത്തരം വിഷയങ്ങളിൽ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി നടപടി സ്വീകരിക്കുകയോ അതിനെ പ്രോത്സാഹിപ്പിക്കാനാകണം. ഇത്തരം ചടങ്ങുകൾ, ഇത്തരം നല്ല ദിവസങ്ങളിൽ എതിർ ചിന്തയുള്ള ആളുകളെ പോലും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന രീതിയാണ് സാധാരണഗതിയിൽ എല്ലാ ആളുകളും അവലംബിക്കാറുള്ള. അത്തരം നടപടി മാത്രം സ്വീകരിച്ചപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഞെട്ടിക്കുന്ന നടപടി. അതിനെതിരെ അദ്ദേഹത്തിനെ ചുമതല നീക്കം ചെയ്തിരിക്കുന്നത് സിജു. അതൊരു തീർച്ചയായിട്ടും സിജു പറഞ്ഞതുപോലെ തന്നെ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വഴിയാണോ മുസ്ലിം ലീഗും സഞ്ചരിക്കുന്നത്, മതവർഗീയതയുടെ വഴിയാണോ മുസ്ലിം ലീഗും സഞ്ചരിക്കുന്നത് എന്ന സംശയമാണ് ഈ നടപടിയിൽ കൂടെ ഉയരുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ നടപടി ഉണ്ടാകേണ്ടതല്ല. അതോടുകൂടി തന്നെയാണ് വർഗീയമായി തന്നെ മുസ്ലിം ലീഗ് ചിന്തിക്കുന്നോ അതല്ല ഇത്തരം സംഭവങ്ങളെ പോലും രാഷ്ട്രീയവൽക്കരിക്കാനാണോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന താല്പര്യം, അത് കോൺഗ്രസിന്റെയും UDFന്റെയും പാത പിന്തുടരാണോ മുസ്ലിം ലീഗിന്റെ സമീപനം സ്വീകരിക്കുന്ന സംശയമാണ് പൊതുവിൽ ഉയരുന്നത്. സുജു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഈ കേരളത്തിൽ മുഖ്യമന്ത്രി അടക്കം വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഇഫ്താർ വിരുന്നുകൾ നടത്താറുണ്ട്. അതിൽ വിവിധ മത രാഷ്ട്രീയ വിവിധ സാമുദായിക നേതാക്കളടക്കം പങ്കെടുക്കാറുമുണ്ട്. ഇവിടെ ഒരു നേതാവിന്, ഒരു MLAക്ക് ഇഫ്താർ വിരുന്ന് നൽകിയത് അതിനെ മതപരമായി തന്നെ കാണുകയാണ് ലീഗെങ്കിൽ ലീഗ് എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള കാലങ്ങളായി ചിലർ ചോദിക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് തന്നെ മറുപടി പറഞ്ഞു വരികയും ചെയ്യുന്നു. മാത്രമല്ല, ഈ അടുത്ത കാലങ്ങളിലായി ലീഗ് എടുത്തിരിക്കുന്ന തികച്ചും വർഗീയമായ നിലപാടുകൾ അത് നേരത്തെ ഒരുപക്ഷെ മുസ്ലിം സമുദായം കൂടെ കൂട്ടാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിക്കൊണ്ട് അവരെ വെള്ളപൂശുന്ന നിലപാട് കോൺഗ്രസും ലീഗും എടുക്കുമ്പോൾ ലീഗിന്റെ ഈ നടപടിയെ, ലീഗിന്റെ നിലപാട് മതനിരപേക്ഷതയ്ക്ക് ഗുണം ചെയ്യുന്നതാണോ, വർഗീയത ഊട്ടുന്നതല്ലേ എന്ന ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട് സുജു. തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ലീഗിനെ സംബന്ധിച്ചോളം ഇത്തരം നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. എന്നാൽ ലീഗിന്റെ ഭാഗത്തുനിന്ന് പോലും ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നു. ഒരു ചെറിയ പെരുന്നാൾ ദിവസം KU ജനീഷ് കുമാറിന് വിരുന്നൊരുക്കുക, അത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇതേ ലീഗും ഇതേ കോൺഗ്രസ് പാർട്ടിക്കും നരേന്ദ്രമോദി ഒരുക്കുന്ന വിരുന്നിൽ UDF MP ആയിരിക്കുന്ന NK പ്രേമേന്ദ്രൻ പങ്കെടുക്കുന്നതിൽ വിരോധമില്ല, അതിൽ വിമർശനമില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. നരേന്ദ്രമോദിയെ പോലുള്ള ആൾ നടത്തുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ പ്രേമേന്ദ്രന് വിമർശനമില്ല, വിലക്കുകളില്ല. എന്നാൽ കോന്നിയിലെ MLA KU ജനീഷ് കുമാർ വിരുന്നൊരുക്കി എന്നോ അതും ചെറിയ പെരുന്നാൾ ദിവസം വിരുന്നൊരുക്കിയതിന്റെ പേരിൽ നടപടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ചെറുതായി പോകുന്നു ലീഗ് അല്ലെങ്കിൽ UDF എന്ന തരത്തിലാണ് വിമർശനം ഉയർന്നത്. ഇത് വർഗീയ തരത്തിൽ വിഷം ചുറ്റുന്ന തരത്തിലുള്ള നടപടി എന്ന പൊതുവിമർശനം ഉയരുകയാണ്. എന്തായാലും സംസ്ഥാനത്ത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാറ്റി നിർത്തപ്പെടുന്നത് സാദിഖിനെ. അതായത് സുജു, ഈ ലീഗിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന്, സംഘടനാ ചുമതലകളിൽ നിന്ന് ഈ കുമ്മണ്ണൂർ സാദിഖിനെ മാറ്റിക്കഴിഞ്ഞോ? തെരഞ്ഞെടുപ്പിൽ എന്ത് ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരുന്നത് കുമ്മണ്ണൂർ സാദിഖിന് ലീഗ്? സ്വാഭാവിക മണ്ഡലം ഭാരവാഹി എന്ന തലത്തിൽ നടപടി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചുമതല ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ വിമർശനത്തിനാണ് മുസ്ലിം ലീഗിന്റെ നടപടി ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ചെറിയ പെരുന്നാളിന് ഒരു MLAക്ക് KU ജനീഷ് കുമാർ CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമല്ല, അദ്ദേഹം
കോന്നിയുടെ ജനപ്രതിനിധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തെ മാനം ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങൊരു ജനപ്രതിനിധിക്ക് വീട്ടിൽ വിരുന്നൊരുക്കിയതിനാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ടുകൊണ്ട് ഭാരവാഹി നേതൃത്വം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിനെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ നടപടിക്ക് വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. സുജു, ഇതിനകത്ത് നേരത്തെ സുജു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഒന്ന്, ജിനീഷ് കുമാർ പാർട്ടിയുടെ CPM-ന്റെ ജില്ലാ നേതാവാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മണ്ഡലത്തിലെ എല്ലാവരുടെയും, അത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ CPM-ന്റെ LDF-ന്റെ പ്രതിനിധിയല്ല, ആ മണ്ഡലത്തിലെ ആകെ ജനങ്ങളുടെ പ്രതിനിധിയാണ്. അദ്ദേഹം അവിടെ മുന്നോക്കം നൽകുന്ന, അവിടെ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആകെ തന്നെ മതനിരപേക്ഷമായ ഒരു അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നതിനാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ പെരുന്നാൾ വിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തത്. അതിനെ വർഗീയമായ കണ്ണിൽ കാണുകയും അതിന് നേതൃത്വം കൊടുത്ത വിരുന്നൊരുക്കിയ ആ ലീഗ് നേതാവിനെ പുറത്താക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിന് യോജിക്കുന്നതല്ല. കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് ലീഗ് പോകുന്നുണ്ട്. അതിന്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമല്ലേ ഈ പറയുന്ന വിരുന്നൊരുക്ക് നടത്തിയ ഈ നേതാവിനെതിരെ നടപടിയെടുത്തത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. മതനിരപേക്ഷതയുടെ ഭൂമിയാണ് കേരളം. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം നമുക്ക് എപ്പോഴും ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന കേരളത്തിലാണ്. ഒരു ചെറിയ പെരുന്നാളിന് സ്ഥലം ഇമ്മിലേക്ക് ജനപ്രതിനിധിക്ക്, അവിടുത്തെ ജനങ്ങളുടെ പ്രതിനിധിക്ക് ഒരു വിരുന്നൊരുക്കിയതിന്റെ പേരിൽ മുസ്ലിം ലീഗ് കുമ്മന്നൂർ സാദിഖിനെ പാർട്ടിയുടെ ചുമതലകളിൽ നീക്കുക എന്ന് പറയുമ്പോൾ അത് തീർത്തും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് ലീഗ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഒരു ചെറിയ പെരുന്നാളിന് വിരുന്നൊരുക്കുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കുകയും എന്നാൽ അതിനപ്പുറത്തേക്ക് BJP-യുടെയും സംഘപരിവാറിന്റെയും സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ചെറിയ വിമർശനം പോലും ഉയർത്താൻ ഈ ലീഗ് പലപ്പോഴും തയ്യാറാകുന്നില്ല. ഇത് ലീഗിന്റെ ഇരട്ടത്താപ്പ് കൂടിയാണ് വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ ലീഗ് എന്താണ് കാട്ടിക്കൂട്ടുന്ന കാര്യത്തിലാണ് രാഷ്ട്രീയമായി തന്നെ വലിയ സംശയം ഉയരുകയാണ്. ഏതർത്ഥത്തിലാണ് ഇത്, ആരെ തൃപ്തിപ്പെടുത്താനാണ് ലീഗിന്റെ ഈ നടപടി എന്നാണ് പ്രധാനമായി വരുന്നത്. ഇത് കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനാണോ അതല്ല കോന്നിയിലെ ഉൾപ്പെടെയോ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനാണോ ലീഗ് ഇത്തരം നടപടിയിലേക്ക് പോകുന്ന സംശയം കൂടിയാണ് ഉയരുന്നത്.